ചേട്ടാ, ഇവിടെ ഈ ഭാർഗവൻ എന്ന് പറയുന്ന ഒരാളില്ലേ, നമ്മുടെ മേലേതിൽ ഭാർഗവൻ? ആ ഉണ്ട്. എന്താ? അല്ല, ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോവാനാ. ഒന്ന് വഴി അങ്ങോട്ടേക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? നിങ്ങൾ എവിടെന്നാ? ഞങ്ങള് സിറ്റിന്ന്. അവിടെ എന്തിനാ പോകുന്നേ? അദ്ദേഹത്തിനെ കാണേണ്ട ഒരു ആവശ്യമുണ്ട്. ചോദിച്ചോണ്ട് വിഷമം തോന്നരുത് കേട്ടോ. അവിടെ സാധാരണ അങ്ങനെ ആരും പോവാറില്ല. അത് നമ്മുടെ ഭാർഗവ നിലയോ അല്ല? ഭാർഗവ നിലയോ? ഞങ്ങള് നാട്ടുകാരങ്ങനെ പറയുന്നേ. ആ വീട്ടിലേക്ക് അങ്ങനെ ആരും പോവാറില്ല. ആ വീടിന്റെ പുറത്തേക്ക് ആരും കാണാറുമില്ല. ഈ രണ്ടാമത്തെ വളവ് കഴിഞ്ഞ് നേരെ ചെന്ന ഭാർഗവ നിലയത്തിലേക്കാ. താങ്ക്സ്. പിന്നെ സൂക്ഷിച്ചു കയറി ചെല്ലണം. ആ, ആൾപെരുമാറ്റം ഇല്ലാത്ത വീടാ. സൂക്ഷിച്ചു പോണേ. ഭാർഗവ നിലയം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഭാർഗവ നിലയം അല്ല. ഇതെന്താ ആളുകളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നേ? എനിക്കറിയില്ല. ഈ കരയില് ഏറ്റവും കൂടുതൽ കൃഷിഭൂമി ഉള്ളത് ഈ പറയുന്ന മേലേതിൽ ഭാർഗവൻ എന്ന് പറയുന്ന ആളിന്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. വാ, കേറ്. നടന്നാ മതിയായിരുന്നു. അല്ലെങ്കിൽ കവി മനസ്സ് ചിലപ്പോ വേദനിച്ചാലോ. കേറ്. ചായ. സർ, ചായ. ഞാൻ തനിച്ചായിട്ട് കുറച്ചു നാളായി. ഞാൻ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറുമില്ല. വേറെ എവിടത്തൊന്നും ഒന്നും കഴിക്കാറുമില്ല. നേരത്തെ ഇവിടെ നിന്ന് ജോലിക്കാരി അവൾ ഇവിടെ വരും. അവൾക്കിഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോകും. അതിന് രുചിയുണ്ടോ രുചിയില്ലയോ എന്നൊന്നും അവൾക്ക് പ്രശ്നമില്ല. എനിക്കും പ്രശ്നമല്ല. പക്ഷേ മോളുണ്ടാക്കിയ ചായ മുമ്പെങ്ങാണ്ടോ കുടുംബത്തിൽ നിന്നുണ്ടാക്കിയ ചായ പോലെയാ. നന്നായിട്ടുണ്ട് മോളെ. ഇയാളോട് സംസാരിച്ചപ്പോഴല്ലേ മനസ്സിലായത് ഇയാളൊരു കവിത എഴുതുന്ന ആളാണെന്ന്. ഇക്കാര്യം നിങ്ങൾ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നെങ്കിലേ കയറി ഇരിക്കാനെങ്കിലും പറഞ്ഞേനെ. കാണുമ്പോഴും ഗൗരവേ ഉള്ളൂ. ഒരു പാവാണെന്നാ തോന്നേ. അല്ല, ഒറ്റയ്ക്കായി പോയത് എന്താന്ന് ചോദിച്ചോ? ചോദിച്ചില്ല. അതൊക്കെ ചോദിച്ചാ പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞാലോ. ഇതല്ലേ നിങ്ങളുടെ മധുര നമ്പരക്കാറ്റ്?
സാറിത് വായിച്ചിരുന്നു അല്ലേ? എന്റെ ഒരു സുഹൃത്താ ഈ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞത്. അയാള് നല്ലൊരു വായനക്കാരനാ. അയാള് പറഞ്ഞത് പാടത്ത് പണിയെടുക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും ഇത് ഇങ്ങനെ എഴുതാൻ കഴിയില്ലെന്നാ. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചതും വായിച്ചതും ഒക്കെ. താങ്ക് യു സർ. ഹരി, ഇപ്പൊ മനസ്സിലായില്ലേ എഴുതിയ വരികളുടെയും ഈ പുസ്തകത്തിന്റെയും ഗുണം എന്താന്ന്? നമ്മൾ അറിയാതെ ഇത് ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന. എന്താ അങ്ങനെ പറയുന്നതെന്നറിയോ സർ? ഞാൻ ഈ കവിതകളൊക്കെ എഴുതിയെങ്കിലും ഒന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ഇയാളാ അങ്ങനെ ഒരു തീരുമാനമെടുത്തതും ഈ പുസ്തകം ഇറക്കിയതും. ആ, അത് നന്നായി. ഞാൻ ഈ കവിത മുഴുവനും വായിച്ചു. നന്നായിട്ടുണ്ട്. സങ്കടങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ചിലതൊക്കെ മനസ്സിൽ തറയ്ക്കുകയും ചെയ്തു. ഇനിയിപ്പോ ഭൂമി അന്വേഷിച്ചു വരുന്നവരോട് ഞാൻ എന്തിനാ ഇല്ലാന്ന് പറയുന്നത്? മണ്ണിനെ കുറിച്ച് എഴുതിയ കവിക്ക് കുറച്ച് ഭൂമി കൊടുത്തില്ലെങ്കിൽ അത് തീരാ ശാപവും ആവും. ആ, നിങ്ങള് കൃഷി തുടങ്ങാനുള്ള പണി ആരംഭിച്ചോ. സ്ഥലമൊക്കെ ഞാൻ തരാം. താങ്ക് യു സർ. ഇത്രയും നല്ല വാക്ക് കേൾക്കുമ്പോ ഇതിനേക്കാൾ ഇനി ഒന്നും കേൾക്കാനില്ല. എന്റെ ഈ പുസ്തകത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ മികച്ചതായിട്ട് ഞാൻ കാണുന്നത് ഇതിന്റെ പേരിൽ സാറ് വായിച്ചതിന് എനിക്ക് തന്ന അംഗീകാരമാണ്.